റൈസിംഗ് സ്റ്റാർ ഏഷ്യാകപ്പ് ടൂർണമെന്റിൽ ഇന്ത്യ എ ടീമിന്റെ കിരീട പ്രതീക്ഷകൾ അസ്തമിച്ചിരിക്കുകയാണ്. ഇന്നലെ നടന്ന സെമി ഫൈനൽ പോരാട്ടത്തിൽ ബംഗ്ലാദേശ് എ ടീമിനെതിരെ ഇന്ത്യ പരാജയപ്പെട്ടു. സൂപ്പർ ഓവറിലായിരുന്നു ഇന്ത്യക്ക് കാലിടറി ഇന്ത്യ വീണത്. ആവശ്യകരമായൊരു മത്സരമായിരുന്നു നടന്നിരുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് എ ടീം ഇന്ത്യക്കെതിരെ 6 വിക്കറ്റ് നഷ്ടത്തിൽ 194 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യ അതേ നാണയത്തെ തിരിച്ചടിച്ചപ്പോൾ ഇന്ത്യ സ്കോറും നിശ്ചിത ഓവറിൽ 194 റൺസിൽ എത്തുകയായിരുന്നു. ഇതോടുകൂടി തന്നെയാണ് മത്സരം സൂപ്പർ ഓവറിലേക്ക് കടന്നത്. സൂപ്പർ ഓവറിൽ എന്നാൽ ഇന്ത്യയുടെ മികച്ചൊരു ബാറ്റിംഗ് പ്രകടനമൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. എന്നാൽ ഏറ്റവും നിരാശാജനകമായ ഒരു പ്രകടനമായിരുന്നു ഇന്ത്യ നടത്തിയത്. അതും വെറും 1 റൺസിൻ്റെ വിജയലക്ഷ്യമാണ് ബംഗ്ലാദേശിന് മുന്നിൽ സൂപ്പർ ഓവറിൽ ഇന്ത്യ വെച്ചത്. ആ ഒരു വിജയലക്ഷ്യത്തെ വലിയ അധ്വാനമൊന്നും കൂടാതെ ബംഗ്ലാദേശ് 1 വിക്കറ്റ് നഷ്ടത്തിൽ മറികടക്കുകയും ചെയ്തു. ഇന്ത്യക്ക് വേണ്ടി സൂപ്പർ ഓവറിൽ ഓപ്പണറായി ഇറങ്ങിയത് ഇന്ത്യൻ ക്യാപ്റ്റനായ ജിതേഷ് ശർമ്മയും അശുതോഷ് ശർമ്മയുമായിരുന്നു. എന്നാൽ തുടക്കത്തിലെ ആദ്യ 2 പന്തുകളിൽ ഇന്ത്യക്ക് 2 വിക്കറ്റുകൾ നഷ്ടമാകുന്നു. പിന്നീട് 4 പന്തുകളിൽ ഇന്ത്യക്ക് റൺസൊന്നും നേടാൻ കഴിഞ്ഞില്ല. അങ്ങനെ ബംഗ്ലാദേശിന് വിജയിക്കാൻ അനായാസം ഈസിയായിട്ട് കാര്യങ്ങൾ ഇന്ത്യ ചെയ്തു കൊടുക്കുന്ന കാര്യമാണ് നമ്മൾ സൂപ്പർ ഓവറിൽ കണ്ടത്. ഇവിടെ വലിയൊരു ചോദ്യചിഹ്നം നിൽക്കുന്നത് ഇന്ത്യയുടെ സൂപ്പർ താരവും ഇന്ത്യൻ ഓപ്പണറുമായ വൈഭവ് സൂര്യവംശിയെ സൂപ്പർ ഓവറിൽ ഇന്ത്യ എന്തുകൊണ്ട് ഓപ്പണറായി ഇറക്കിയില്ല എന്നൊരു ചോദ്യമാണ്. ഒരു വശേ താരത്തെ ഓപ്പണറായിട്ട് ഇറക്കിയിരുന്നെങ്കിൽ മത്സരത്തിൻ്റെ റിസൾട്ട് തന്നെ മാറിയേനും. പക്ഷേ ഇന്ത്യ അത്തരമൊരു മണ്ടത്തരം അവിടെ കാണിച്ചു എന്ന് തന്നെയാണ് ആരാധകരെല്ലാം ചൂണ്ടിക്കാട്ടുന്നത്. വൈഭവ് സൂര്യവംശിയെ ഓപ്പണറായിട്ട് ഇറക്കാതിരുന്നത് വലിയ മണ്ടത്തരമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് ഇന്ത്യൻ ക്യാപ്റ്റനായ ജിതേഷ് ശർമ്മയുടെ ന്യായീകരണവും അത്ര വ്യക്തതയില്ലാത്ത ന്യായീകരണമാണ്. പവർ പ്ലേയിൽ അടിച്ചു തകർക്കുന്ന താരമാണ് വൈഭവ് സൂര്യവംശി എന്നും അതേസമയം ഡെത്ത് ഓവറുകളിൽ മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കുന്ന താരമാണ് അശുതോഷ് ശർമ്മ എന്നുമാണ് ജിതേഷ് ശർമ്മ പറഞ്ഞത്. അത് കാരണമാണ് അശുതോഷ് ശർമ്മയെ ഓപ്പണറായിട്ട് ഇറക്കിയിരിക്കുന്നത് എന്ന ന്യായീകരണമൊക്കെയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ പറഞ്ഞു വെച്ചത്. പക്ഷേ പവർ പ്ലേയിലും ഡെത്ത് ഓവറിലുമൊക്കെ ഒരേ രീതിയിൽ ബാറ്റ് വീശാൻ കഴിവുള്ള താരമാണ് ഇന്ത്യയുടെ കൗമാര താരമായ വൈഭവ് സൂര്യവംശി എന്ന കാര്യം ഇന്ത്യൻ ക്യാപ്റ്റനായ ജിതേഷ് ശർമ്മയ്ക്ക് അറിയില്ലയോ എന്ന കാര്യം കൂടെ നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ജിതേഷ് ശർമ്മയുടെ അറിവില്ലായ്മ ഇന്ത്യയെ വലിയ പരാജയത്തിലേക്ക് തന്നെ നയിക്കുകയും ചെയ്തു. ആ ഒരു മണ്ടത്തരമാണ് ഇന്ത്യയെ ഫൈനൽ കാണാതെ ഇന്ത്യ പുറത്തായത് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഈ ടൂർണമെൻറ്റിൽ ഇന്ത്യയുടെ ബാറ്റിങ്ങിൻ്റെ നെടുത്തൂണായിരുന്നു ഇന്ത്യൻ കൗമാര താരമായ വൈഭവ് സൂര്യവംശി. റൺവേട്ടയിലും മുന്നിൽ നിൽക്കുന്ന താരമാണ് വൈഭവ്. ഒരു സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയുമൊക്കെ നേടി ഈ ഒരു ടൂർണമെൻറ്റിൽ മികച്ച ബാറ്റിംഗ് ഫോമിലായിരുന്നു. ഈ ഒരു മത്സരത്തിനും താരം 38 റൺസാണ് നേടിയത്. ഒരു ഓവറിൽ തന്നെ 19 റൺസ് താരം അടിച്ചുകൂട്ടി. ആ ഒരു താരത്തെയാണ് സൂപ്പർ ഓവറിൽ ഓപ്പണറായിട്ട് ഇറക്കാതിരുന്നത് എന്നുള്ളത് ശരിക്കും നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ്. 4 സിക്സും 2 ഫോറും അടക്കമാണ് വൈഭവ് 38 റൺസ് നേടിയത്. ഇന്ത്യയുടെ ഓപ്പണർമാർ 2 പേരും ആര്യയും മികച്ച തുടക്കം തന്നെയായിരുന്നു ഇന്ത്യക്ക് നൽകിയത്. 44 റൺസ് ആര്യ നേടി. അതേസമയം ഇന്ത്യൻ ക്യാപ്റ്റനായ ജിതേഷ് ശർമ്മ 33 റൺസും നിഹാൽ 32 റൺസും ഇന്ത്യക്ക് വേണ്ടി നേടി. മികച്ച ബാറ്റിംഗ് പ്രകടനമൊക്കെ നടത്തിയെങ്കിലും ഇന്ത്യ സൂപ്പർ ഓവറിൽ കാലിടറി വീണത് ഇന്ത്യക്ക് വലിയൊരു നഷ്ടമായി മാറുകയായിരുന്നു. അതേസമയം പാകിസ്ഥാൻ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. 2ാം സെമി ശ്രീലങ്കയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ 5 റൺസിന് വിജയിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഫൈനലിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെ റൈസിംഗ് സ്റ്റാർ ഏഷ്യാകപ്പ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ ബംഗ്ലാദേശ് എ ടീമും പാകിസ്ഥാൻ എ ടീമും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.